എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1788 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പുതിയ ആളൊന്നുമല്ല, എപ്പോഴും നമ്മളോടൊപ്പം IFPHിലുള്ള നമ്മുടെ ആസ്ഥാന ഗായകനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഹ്യൂബർട്ട് ഡോക്ടർ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വിഷയം എൻഡോക്രൈൻ രോഗങ്ങളും അതിൻ്റെ ഹോമിയോപ്പതിക് മാനേജ്മെൻറ്റുമാണ്. നമുക്ക് പല ഭാഗങ്ങളിലായി എടുത്തിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡോക്ടർ എടുക്കുന്നത്. 8ാം ഭാഗമാണ്, 5ാം ഭാഗം അല്ലേ ഡോക്ടറെ? 5ാം ഭാഗമാണ്. 5ാം ഭാഗമാണ് ഡോക്ടർ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം തുടർന്നുള്ള ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഡോക്ടർ BHMS കഴിഞ്ഞ് MSc സൈക്കോളജി നേടിയിട്ടുണ്ട്. MSc സൈക്കോളജി ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്. കൂടാതെ കഴക്കൂട്ടത്ത് ഡോക്ടർ പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. നല്ലൊരു ഗായകനാണ്. അങ്ങനെയൊക്കെയുള്ള ഡോക്ടർ ഹ്യൂബർട്ടിനെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. നന്ദി ഡോക്ടർ ശൈല. ഒരു നിമിഷം, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ആളെ മിസ് ചെയ്യുന്നു. നമുക്ക് ഭയങ്കര കഴിഞ്ഞ ആഴ്ച നമ്മളെ വിട്ടുപോയ ഡോക്ടർ ലതാ മനോഹരൻ ഡോക്ടർ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണുകയാണ്. എപ്പോഴും ഇതിൽ തുറന്നിരുന്ന ഒരു എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി മിസ് ചെയ്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ 1-2 കാര്യങ്ങൾ പറയാനായിട്ടും കൂടെ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ പോയി അവരുടെ വീട്ടിൽ പോയിരുന്നപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ കണ്ടു. അവരൊക്കെ വളരെ ദുഃഖിതരായിട്ടിരിക്കുന്നു, ഭയങ്കര ദുഃഖിതരാണ്. അപ്പോൾ അതിനുശേഷം ഞാനൊരു ഫോട്ടോ എടുത്ത്, ഞങ്ങൾ കൂടെ ഇരുന്ന ഒരു ഫോട്ടോ എടുത്ത്, അപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഏകദേശം ചിരിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കിടന്നപ്പോൾ ഡോക്ടർ മനോജ് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഫോട്ടോ എല്ലാവരും ചിരിച്ചുകൊണ്ടുള്ളൊരു ഫോട്ടോ, ആ മരണം നടന്നതിന് ശേഷമുള്ളൊരു ഫോട്ടോ ഒത്തിരി അരോചകമായിട്ട് തോന്നി എന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. മനോജ് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന കഴിഞ്ഞ ആഴ്ച, അതായത് പോയിരുന്നപ്പോൾ അടക്കത്തിന് പോകാനായിട്ട് കഴിഞ്ഞില്ല. പോയി തുറന്നപ്പോൾ അവരെല്ലാവരും ദുഃഖിതരാണ്, വളരെയേറെ ദുഃഖിതർ. അച്ഛനും മക്കളും എല്ലാവരും ദുഃഖിതരെന്ന് പറഞ്ഞതാണ്. വേദന കൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റാത്ത അത്രയേറെ വേദന. കാരണം നമുക്ക് എല്ലാവർക്കും ആ വേദന ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. സാധാരണ മരണം കഴിഞ്ഞു തീർന്നാൽ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു? അപ്പം എൻ്റെ ചില ജീവിത അനുഭവങ്ങൾ ഞാൻ മേഡമായിട്ട് അവരുമായിട്ട്, അവരുടെ കുടുംബ വ്യക്തിയുമായിട്ട് പങ്കുവച്ചു. അപ്പം എൻ്റെ മകൻ ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി വിട്ടുപോയപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് അതിൻ്റെ ഇടയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിരുന്നത്, ഞാൻ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം എൻ്റെ അപ്പൂപ്പൻ്റെ മരണം എൻ്റെ കൺമുൻപിൽ വെച്ച് 47 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു. എൻ്റെ അപ്പൻ്റെ മരണം 92 സംഭവിച്ചു. ഇപ്പോൾ വർഷം 33 വർഷമായി. എൻ്റെ മകൻ്റെ മരണം 11 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു. ഇത് മൂന്നും കാണാനായിട്ടുള്ള ഒരു ദൃക്സാക്ഷി
എൻ്റെ മുൻപിൽ കാണാനായിട്ടുള്ള ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവാൻ പോകുന്നില്ല ഈ 47 വർഷത്തിനിടയിൽ ഈ 3 ഇൻസിഡന്റിലും കൂടെ ഉണ്ടാവുക എന്നുള്ള. ഇതിലുള്ള ഈ 3 പേരിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 പേരും മരണം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ ഒരാഴ്ച മുമ്പേ എല്ലാവരുടെ പറഞ്ഞു എല്ലാവരും വരണം, ഇന്ന ദിവസം വരണം. എല്ലാവരും വന്ന് കൂടിത്തരുന്ന പുള്ളി അത്യാവശ്യപ്പെട്ട് ഷേവ് ചെയ്യുകയാണ്, കക്ഷമൊക്കെ ഷേവ് ചെയ്യാണ്. ഷേവ് ചെയ്തിട്ട് പറഞ്ഞു പെട്ടെന്ന് കിടക്കൊക്കെ എടുത്ത് നിവർത്തിയിടാൻ പറഞ്ഞു. വിരിച്ച് പുള്ളി കിടന്നിട്ട് പറഞ്ഞു എല്ലാവരും വന്നു എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ ഞാൻ 3 വയസ്സ് കുട്ടിയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരെയൊക്കെ നോക്കിയിട്ട് പുള്ളി അങ്ങ് മരിച്ചുപോയി. ഇതുപോലെ എൻ്റെ അപ്പനും ഏകദേശം മരിക്കുന്നതിന് 3 ദിവസം മുമ്പേ പറഞ്ഞു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ എല്ലാം പറന്ന് നടക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് 3-ാം ദിവസം അപ്പൻ മരിച്ചു. ഇന്ന് വാവും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകമായിട്ട് പറയുന്നത്. എൻ്റെ മകനും ഇതുപോലെ മുൻകൂട്ടി പ്രവചിച്ചു മരിച്ചു. അപ്പൊ ഇത് നമ്മൾ ആചരിക്കേണ്ട ഒരു സത്യമാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുകയും എൻ്റെ ഒരു ജീവിതാനുഭവം കൂടെ ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തു. ഞാനിപ്പോൾ ഇത് എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ഇത് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള പിന്നീട് ക്രമത്തിൽ പറഞ്ഞു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ ഒരിക്കൽ ആ ക്യാൻസർ വന്നു. അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ വേദനകൾ ഏറ്റെടുത്ത് തീർന്നാൽ പുണ്യം കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇവൻ ഒരിക്കൽ ജീസസിനോട് പ്രാർത്ഥിച്ചു ജീസസിൻ്റെ ഒരു വേദന വേണമെന്ന്. വേണമെന്ന് പ്രാർത്ഥിച്ചു തീർന്ന് ഉടനാണ് ഇവന് ക്യാൻസർ വരികയും 2012 ക്യാൻസർ വരികയും 4-ാം സ്റ്റേജിൽ അറിയുമ്പോൾ തന്നെ 4-ാം സ്റ്റേജിലായിരുന്നു. അപ്പോൾ അറിഞ്ഞു തന്നപ്പോൾ ഇവൻ ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കുറച്ചു നാളുകൂടെ എൻ്റെ അച്ഛനമ്മയോടൊപ്പം ജീവിച്ചിരിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത്ഭുതകരമായിട്ട് നമ്മുടെ ഹോമിയോ മരുന്നും കൊടുത്ത് പിന്നെ കുറച്ച് അലോപ്പതി മറ്റേ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തായിരുന്നു, കീമോ ഒക്കെ ചെയ്തായിരുന്നു. 2.25 വർഷം 4-ാം സ്റ്റേജിൽ പോയ മകൻ്റെ ലങ്സ് മൊത്തം ഇതായിരുന്നു, ലീഷൻസ് ആയിരുന്നു. ബ്ലഡൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷമാണ് RCCയിൽ പോയത്. പെട്ടെന്നാണ് അറിയുന്നത്. പെട്ടെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ അപ്പോൾ തന്നെ ഞാനൊരു കയ്യിലൊരു വേദന വന്നു. അപ്പം തന്നെ എനിക്ക് എന്തോ തോന്നി ക്യാൻസറാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ 4th സ്റ്റേജിലോട്ട് കണ്ടു ഉടൻ. അവിടുത്തെ ഡോക്ടേഴ്സിന് അത്ഭുതം തോന്നി, ഇത്രയും പെട്ടെന്ന് 4th സ്റ്റേജിലോട്ട് പോയ എവിങ് സാർക്കോമ എന്ന് പറയുന്ന കണ്ടീഷന്. അപ്പോൾ എന്നിട്ട് എന്താ ഡോക്ടർ എന്താ ചോദിക്കണം? എവിങ് സാർക്കോമ വളരെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വരുന്നതാണ്. വന്നു തീർന്ന 5% രക്ഷപ്പെടത്തുള്ളൂ. അത് എവിടെയാണ് ഡോക്ടർ? കയ്യിലാണ് വന്നത്. 17 സെന്റിമീറ്റർ കയ്യിൽ വരികയും ഇടത് കയ്യിൽ വരികയും ലങ്സിൽ മൊത്തം അത് വ്യാപിച്ചു, ഫുള്ള് വ്യാപിച്ചു. ഒരുപാട് ലീഷൻസ്. മുഴയായിട്ടാണോ വരുന്നത്? ഇത് ഇല്ല, ലീഷൻസ് മൊത്തം ക്യാൻസറസ് ലീഷൻസ് ലങ്സിൽ മൊത്തം വന്നു. കയ്യിലല്ല, മുഴയല്ല, മൊത്തത്തിൽ ആ കേടായി പോയി. ഒരു 17 സെന്റിമീറ്ററോളം കേടായി. പെട്ടെന്നാണ് ഇത് നമ്മൾ അറിയപ്പോൾ തന്നെ 17 സെന്റിമീറ്റർ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കണ്ടു. അതിനുശേഷം അത്ഭുതകരമായിട്ട് 2.25 വർഷം അവൻ ജീവിച്ചിരുന്ന സമയത്ത് ഞാനും അവനുമായിട്ട് ഭയങ്കര കൂട്ടും. അവൻ നല്ല പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഒരു ദിവസം രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാനാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കും, 2 മണി വരെയൊക്കെ സംസാരിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞ അച്ഛാ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും വരും, അച്ഛനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും വരണം. നമ്മൾ തമ്മിൽ ഈ ഒരു കോൺട്രാക്ട് ഉണ്ട്, ഈ കോൺട്രാക്ട് ഒരു കാലത്തും പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. അതിന് മുമ്പ് മരിക്കുന്ന മുമ്പ് എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് മരിക്കുമെന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ സ്കൂളിലൊക്കെ പറഞ്ഞിരുന്നു, അവൻ്റെ അടുത്ത് മാത്രം പറഞ്ഞില്ല, ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇനി അധിക ദിവസമില്ല. അവനും അത് അറിയാമായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് അവൻ വേറൊരാളോട് പറഞ്ഞിരുന്നു ഞാൻ ഇനി അധിക ദിവസം ഭൂമുഖത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ഡെയിലി എൻ്റെ അടുത്ത് ഒരു ബട്ടർഫ്ലൈ വന്ന് രാത്രി ഒരു 11 മണിയാകുമ്പോൾ വന്നിരിക്കും. ഇത് വർഷങ്ങളോളം തുടർന്നു, 3.5 വർഷത്തോളം തുടർന്നു. അവസാനം ഞാൻ തന്നെ പറഞ്ഞു ഇനി വേണ്ട മോനെ എന്ന് ഞാൻ പറഞ്ഞു, വരണ്ട, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, കാരണം അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ദിവസം ഒരു ബട്ടർഫ്ലൈ. ഞാനിത് യൂട്യൂബിൽ ഒരു ദിവസം ഈ സംഭവങ്ങളെല്ലാം ഞാൻ യൂട്യൂബിൽ പറഞ്ഞു, യൂട്യൂബിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു പ്രതിഭാസം. പറഞ്ഞു തീർന്ന് ഞാൻ എല്ലാം അടച്ചു വെച്ചു തിരിച്ചു വന്ന് മുറിക്കകത്തോട്ട് വീട്ടിൽ തന്നെ വേറെ റൂമിലോട്ട് കയറിയ സമയത്ത് അന്നേരം തന്നെ ഒരു ബട്ടർഫ്ലൈ പറന്നു വന്ന് എൻ്റെ കാലിലിരുന്നു. അതും ഞാൻ വീഡിയോ എടുത്ത് അപ്പം തന്നെ യൂട്യൂബിൽ ഇടുകയും ചെയ്തു.
ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞത് വെറുതെ അല്ല, ഞാൻ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ അന്ന് ലതാ മനോഹരൻ ഡോക്ടറുടെ വീട്ടിൽ ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്തു. ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇതുവരെയ്ക്കും എൻ്റെ മകൻ പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ആ ഫീലിംഗ് എപ്പോഴും എനിക്ക് അല്ലാതെ തന്നെയും പലപ്പോഴും നമുക്കൊരു അത് ദൈവികമായിട്ടുള്ള ഒരു ഇതായിരിക്കാം. ചില മെസ്സേജുകളൊക്കെ എനിക്ക് അവൻ തരികയും ചെയ്യും. ജീവിച്ചിരുന്നപ്പോഴും നമ്മൾ മെസ്സേജുകൾ പറയുമായിരുന്നു ഓരോ കാര്യങ്ങൾ. അച്ഛാ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയും. അവൻ ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞു തീർന്ന് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് മരണത്തിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു തീർന്നപ്പോൾ അവർ എല്ലാവരും വളരെ ഹാപ്പിയായി. ഞാൻ പറഞ്ഞു നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാവും. ഡോക്ടർ നമ്മളെ ഇപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിഷ്ണു മതത്തിൽ എത്തിത്തീർന്നാൽ പിന്നെ അവർക്ക് ജന്മങ്ങളില്ല എന്നൊരു ഹൈന്ദവ വിശ്വാസം ഉണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് ഒരു വിശ്വാസമുണ്ട്. ജീസസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീസസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം പീഡനം ഉണ്ടാവും, നിങ്ങളെയൊക്കെ കൊല്ലും. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും മരണത്തിന് അപ്രോച്ച് ചെയ്ത ഒരു രീതിയുണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു മരണത്തിലേക്ക് പോയത്. കാരണം അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ശരിക്കൊരു കൺസെപ്റ്റ് വന്നു തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസമാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കൂടുതലും ഇന്ന് വാവ് ദിവസമായതുകൊണ്ടും വാവ് മിഥുനം കർക്കിടക മാസത്തിലാണ് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത് ഉള്ളതുകൊണ്ട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഞാനൊന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പയ്യെ ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, മരണത്തെ മാനേജ് ചെയ്യേണ്ട രീതി, നമ്മുടെ ട്രീറ്റ്മെന്റ് രീതി എങ്ങനെയായിരിക്കണം. ഒരു മിനിറ്റ് സ്ക്രീൻ ഷെയർ. കാണുന്നുണ്ടോ? തുടങ്ങിയിട്ടില്ല. സ്ക്രീൻ ഷെയർ കിട്ടുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ കണ്ടല്ലോ. തുടങ്ങി. ഡബിൾ എന്റർ ഫുൾ സ്ക്രീൻ മോഡ്. ഇപ്പൊ തുടങ്ങി. കാണുന്നുണ്ടല്ലോ. ഭഗവത്ഗീതയില് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ജ്ഞാനവിജ്ഞാന യോഗത്തില് 23-ാമത്തെ അധ്യായത്തില് 23-ാമത്തെ വാക്യം പറയുകയാണ്, ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെ തന്നെ പ്രാപിക്കുന്നു. അല്പബുദ്ധികളായ അവരുടെ ആ ഫലം അവസാനത്തോട് കൂടിയതാണ്. എൻ്റെ ഭക്തന്മാരാവട്ടെ എന്നെ തന്നെ പ്രാപിക്കുന്നു. കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു ഭാഗമാണ്. അടുത്തത് ദേവാരാധകന്മാർ ദേവന്മാരെ പ്രാപിക്കുന്നു. പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു. ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു. എന്നെ തന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഭാഗമാണ്. അതുപോലെ ബൈബിളിലെ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ജീസസ് മരിക്കുന്നതിന് മുൻപാണ് ഇത് പറയുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ വേറൊരു വാക്യം പറയുന്നു, യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഇത് ജീസസ് രണ്ടാമത് മരിച്ചു, പിന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം അനുഭവങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മള് ഇന്ന് ഈ വാവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നോക്കുകയാണ്, ഞാൻ അന്ന് മരണത്തെക്കുറിച്ച് ഞാൻ അന്ന് ഈ ഒരു വീട്ടിൽ ഞാൻ പോയിരുന്നു. പോയപ്പോൾ ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് അവര് കോവിഡ് വരെ അലോപ്പതി മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കോവിഡ് സമയത്ത് അവരെ ഡോക്ടേഴ്സ് ആരും കാണാതെ ആയപ്പോൾ എന്റെ മരുന്ന് കൈയൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പൊ അവര് ഭയങ്കര അലോപ്പതി മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ എന്റെ മരുന്നും കഴിക്കാന്നുള്ളതേ ഉള്ളൂ.
അപ്പൊ പലപ്പോഴും ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം കാലൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, നീരടിച്ച് ഇത്ര വലുതായിരുന്നു. അതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് നോക്കിയപ്പോൾ കാലെല്ലാം ചൊട്ടി നോർമലായി. വേദനയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. നമ്മുടെ മരുന്ന് കൊടുത്ത് അവർക്ക് ഭയങ്കര വിശ്വാസമായി. പിന്നെ നമ്മുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അലോപ്പതി മരുന്നുകളൊന്നും ഉപയോഗിക്കാതിരുന്നില്ല. അവരും എല്ലാം ഉപയോഗിക്കും. അത് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ മാറ്റം എന്നുള്ളതല്ല, പക്ഷെ അവരും 3 ദിവസങ്ങൾക്ക് 3, 4, 6, 5 ദിവസങ്ങൾക്ക് മുമ്പ് അവര് പെട്ടെന്ന് എല്ലാ മരുന്നും അങ്ങ് നിർത്തി. അപ്പൊ അവര് പറഞ്ഞ് ഒരു മരുന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 92 വയസ്സ്. അവര് പറഞ്ഞ് മരുന്നൊന്നും ഇനി ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ്, മോള് പറഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ മരുന്നൊക്കെ ഭയങ്കര കടിച്ചായിട്ട് കഴിക്കുന്ന വ്യക്തിയാണല്ലോ, ഇപ്പൊ പറയുന്ന മരുന്ന് കഴിക്കണ്ട, എനിക്ക് ഒരു മരുന്ന് വേണ്ടാന്ന്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് അവർ ആഹാരവും അങ്ങ് നിർത്തി. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യണം, ആഹാരം കൊടുക്കണ്ടേ, ഇത് ചെയ്യണ്ടേ? അപ്പൊ ഇവരുടെ സഹോദരനൊക്കെ വെളിയിൽ നിന്നൊക്കെ വന്നു. അവരോടം ചോദിച്ചു എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു അവരെ വിട്ടയക്കാൻ പറഞ്ഞു. അവര് ഒന്നും ചെയ്യണ്ട, അവര് ചെയ്യുന്നവര് ചെയ്യട്ടെ. അപ്പോഴവര് വാവിൻ്റെ അന്ന്, വാവല്ല, 3 ദിവസങ്ങൾക്ക് മുമ്പ് അവർ മരിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവര് രാവിലെ എന്നെ വിളിച്ചു. ഞാൻ 11 മണിക്ക് പോയി നോക്കി തീർന്നപ്പോൾ ഏകദേശം അവര് ശ്വാസമൊന്നുമില്ല, ബോധമൊക്കെ നഷ്ടപ്പെട്ട് രാത്രി വരെ അവർ എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ വരെ പോയി. എന്നിട്ട് അതിനുശേഷം അവർ വന്നു. അപ്പോൾ അവർ വന്ന് കിടന്നതിന് ശേഷം അവർക്ക് സ്വയമായിട്ട് പോകാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇവർ തന്നെ പിടിച്ചു കിടന്നു. ഉച്ചയായപ്പോഴാണ് എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് 3 മണിക്ക് പോയി നോക്കിയപ്പോൾ ആള് മരിച്ചു. അവർ പറഞ്ഞ് അനക്കമില്ല, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ മരിച്ച അറിയും. ഈ കഴിഞ്ഞ അത് കേട്ട് ഞാനിങ്ങനെ വീട്ടിലോ ഇവിടെ ക്ലിനിക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു. 3 മണിക്ക് ക്ലിനിക്കിലോട്ട് തിരിച്ചപ്പോൾ അന്നേരം വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിടക്കുന്നു, എൻ്റെ ഒരു ശേഷകാരി 52 വയസ്സ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചത്. കുറച്ച് എന്നോട് ന്യൂസ് കേൾക്കുന്നു, നമ്മുടെ VS അച്യുതാനന്ദൻ മരിച്ചത്. അപ്പൊ 3 മരണം ഒത്ത് 3. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കി. ഞാനിങ്ങനെ ഈ ഇതിൽ നോക്കിയപ്പോൾ ഏകാദശി ദിവസമാണ്. ആ ദിവസം ഈ വാവിന് 3 ദിവസം മുമ്പ് ഏകാദശി ആണ്. അത് സാധാരണ ഹൈന്ദവർ വിശ്വസിക്കുന്ന സ്വർഗഗതി ഉണ്ടാവുന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ഒന്നും യാദൃശ്ചികമായിട്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന പല വ്യക്തികളും മരണത്തെ മുൻകൂട്ടി പ്രവചിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ അവർ പോവുകയും ചെയ്തു. ഇനി നമ്മള് ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ഒരാൾ മരണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അവർക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്താണ്, അവർക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് എന്താണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു മരണം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ മരിച്ചില്ല. ഇതാണ് എക്സ്റേ, പുള്ളിക്കാരൻ്റെ എക്സ്റേ ആണ്. കഴിഞ്ഞ ആഴ്ച ഇല്ല, ഒരു മാസങ്ങൾക്ക് മുമ്പ് അവരെടുത്ത ഒരു എക്സ്റേ ആണ്. അപ്പൊ ക്യാൻസർ വന്നിട്ട് ഇയാളുടെ ഇവിടെ ഇയാളുടെ 85 വയസ്സായി ക്യാൻസർ വന്നു. അപ്പൊ കഴിഞ്ഞ മാസം എടുത്താണ് 6/26 കഴിഞ്ഞ മാസം. അപ്പൊ ഇവര് ട്രീറ്റ്മെന്റ്, ഇവര് മെഡിസിനുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ്, അവരുടെ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെയൊക്കെ അവരുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യണം, ഇത് 85 വയസ്സായി. അപ്പൊ അവരൊക്കെ കൈവിട്ടു. അവർ പറഞ്ഞ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, ഇനി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സന്നദ്ധരായി. അപ്പോഴാണ് ഹോമിയോയിൽ വല്ലതും ഉണ്ടാകും. അപ്പൊ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ചെസ്റ്റ് പെയിനും ബാക്കിയുള്ള ഭാഗത്തൊക്കെ വേദന ഉണ്ടായിരുന്നു, ഉറക്കമില്ലായിരുന്നു, കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ മരുന്ന് കൊടുത്തതിന് ശേഷം നോക്കിയപ്പോൾ കാണാം ഇതെല്ലാം കുറഞ്ഞു. അത് ശ്വാസം മുട്ട് മാറി. അത് ഞാൻ ആസ്പിഡോസ്പെർമ ശരിക്ക് അടുപ്പിച്ച് കഴിക്കാനായിട്ട് പറഞ്ഞു. പിന്നെ ഈ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഫൈജീനിയ, കാക്ടസ്, കാർബോവേജ്, ചൈന, ഇത് ജൽസീമിയം, ഈ മെഡിസിൻസും കൊടുത്തു തീർന്നു. അപ്പൊ കാലുവേദനയും ബാക്കിയുള്ളതൊക്കെ മാറി.
പിന്നെ ഹൈഡ്രോക്സിയാമസും ഉപയോഗിച്ചപ്പോൾ അയാളിന് ഉറക്കം കിട്ടാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞില്ല, ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എക്സ്റേ ഒന്ന് എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഉള്ള സ്ഥിതി ഇതാണ്. അറ്റ മുതൽ വ്യാപിച്ചു വരും. ഫ്ലൂയിഡ് കളക്ഷൻ ആണോ എന്താ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, ഒരു എക്സ്റേ ആണ്. അപ്പൊ ആദ്യം ഇത്രയാണ് ഉണ്ടായിരുന്നത്, ആ ലീഷൻ ഉണ്ടായിരുന്നത് നോക്കി കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ലീഷൻ ഉണ്ടായിരുന്നത്. കുറച്ച് സ്ഥലത്തേ ഉള്ളായിരുന്നു, ഒരു മുഴ കുറച്ച് പോലെ. സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇപ്പോഴും ലീഷനാണോ കളക്ഷൻ ആണോ എന്താന്നുള്ള അറിയത്തില്ല. നമുക്ക് അല്ലെങ്കിൽ CT എടുത്തൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതിന്റെ ഇപ്പോഴും അവര് 85 വയസ്സായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി അവരുടെ അടുത്ത് പറയാൻ പറ്റും, ഹോപ്പില്ല, എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഏതായിരുന്നാലും ഇതുവരെ ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ ഒന്നും നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം നീണ്ടു പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ വേറെ അവരെ ബന്ധുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല പോകുന്നുണ്ട്, പുള്ളിക്ക് പ്രശ്നമില്ലാതൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഇത് കണ്ടു തീർന്ന ഈ മനുഷ്യൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും പറയത്തില്ല, 85 വയസ്സായ. പക്ഷെ നമുക്ക് ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട മെഡിക്കേഷന് ഉണ്ട്. അയാൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പോഴും നമുക്ക് പഴയതിലോട്ട് പോവാം. ഒരു വ്യക്തി മരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്ര നമ്മൾ കണ്ടു തീർന്നാലും നമുക്ക് ചില കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് കഴിയുന്നു. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, പെട്ടെന്ന് ഒരുതരം ശ്വാസമൊക്കെ കുറഞ്ഞു വരിക, സ്പീഡിലുള്ള ശ്വാസമായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നീണ്ടുള്ള ശ്വാസമാവും, പിന്നെ വലിയ ഗ്യാപ്പ് ഇട്ടുള്ള ശ്വാസമാവും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ മരണം സംഭവിക്കുന്നത്. ഒറ്റയടിക്കായിരിക്കില്ല. ആദ്യം ചെറിയ ബ്രീത്തിങ്, ചെറിയ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ആ സ്പീഡൊന്ന് അതിന്റെ നീളം ഒന്ന് കൂടും. പിന്നെ അങ്ങനെ വരപ്പോൾ ഏകദേശം മരണത്തിലോട്ട് പോകുന്നുള്ള കാണാം. ഐസൊലേഷൻ ആൻഡ് ഡ്രിഫ്റ്റിംഗ്, അത് ഒറ്റപ്പെട്ടതുപോലെയുള്ള ഫീലിംഗ്. ഡിക്രീസ്ഡ് ആപ്പിറ്റൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ത്രീക്ക് സംഭവിച്ചത്. അവരായിട്ട് തന്നെ സ്വന്തമായി ആഹാരം നിർത്തലാക്കി, വെള്ളം കുടിപ്പ് നിർത്തലാക്കി. അവർക്കെന്തോ മനസ്സുകൊണ്ട് തോന്നി. ഈ സന്യാസത്തിലൊക്കെ പോകുന്ന സമയത്ത് ഇതാണല്ലോ, എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം വരും. പിന്നെ അടുത്ത നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഛർദിലും ഇതൊക്കെ വരാം. പിന്നെ ആങ്സൈറ്റി, ഭയങ്കരമായിട്ടുള്ള ഭയം. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട. ഇത് അവർക്ക് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവും, കാരണം ആഹാരം ഒന്നും കഴിക്കാതെ ഇരുന്നാൽ അത് ഉണ്ടാവാം. പിന്നെ ഫാറ്റിക്, ക്ഷീണം. പിന്നെ ഇൻകോണ്ടിന്യൻസ്, യൂറിന്, മൂത്രം ചിലപ്പോൾ ഇതായിട്ട് പോവാം, ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ടാകാം. പിന്നെ സ്കിൻ ചേഞ്ചസ്, കളറ് ഡാർക്ക് ആവും, കൂടുതൽ തണുത്ത ഒരു സ്വഭാവം വരും. പൊതുവെ രക്തഓട്ടം കുറയുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ ഡെത്ത് റാറ്റിൽ, ശ്വാസം എടുക്കുന്നത് നമുക്കറിയാമല്ലോ, ഈ വല്ലാതെ വലിപ്പ്, പിന്നെ വേദന കൊണ്ടൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ ഹൗ ടു ടെൽ ഇഫ് ഡെത്ത് ഇസ് നിയർ. Death may be near is often challenging to deal with or comprehend. Signs a person is close to dying include decreased appetite, vital changes, weakness and increased sleeping. ഇതൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാവാം. ഇത് സിംറ്റംസ് ഒക്കെ മുൻകൂട്ടി പറയുകയാണ്. നമ്മൾ അപ്പോൾ കണ്ടു തീർന്നതാണ്. പലപ്പോഴും നമ്മൾ ഇതേ കാര്യങ്ങളെല്ലാം ചെറുപ്പക്കാർക്ക് വന്നു കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡെത്ത് എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡെത്തും ഉണ്ട്, കംപ്ലീറ്റ് ഡെത്തും ഉണ്ട്. പഴയ സിനിമയിലത്തെ ഡയലോഗ് അല്ല ഞാൻ പറയുന്നത്, കംപ്ലീറ്റ് ആയി മരിച്ചു എന്നൊക്കെ, വീണ്ടും മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ആദ്യം ഗ്രോത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, വളർച്ചയുടെ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ, പിന്നെ ഉള്ള കാലം മരണത്തിലേക്കുള്ള ഒരു കാലമാണ്. ഒരിക്കൽ ഇടയ്ക്ക് ഒരു ഡോക്ടർ പറയുകയുണ്ടായി, 60 വയസ്സ് കഴിഞ്ഞ് വന്നാൽ പിന്നെ കിട്ടുന്നതെല്ലാം ബോണസാണ്. ഏറ്റവും കൂടുതൽ മരണം ഇതായിട്ട് നടക്കുന്ന മരണം സംഭവിക്കുന്നത്
അതായത് നാച്ചുറൽ ഡെത്ത് മരണങ്ങൾ സംഭവിക്കുന്നതെല്ലാം 40-നും 60-നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കിടന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് കിടക്കും, അല്ലെങ്കിൽ പിന്നെ അതിനു മുൻപുള്ളതൊക്കെ മിക്കവാറും ആക്സിഡന്റും ഇതൊക്കെ ആയിട്ട് യുവാക്കളുടെ മരണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോർമോണൽ ചേഞ്ചസ്. ഏറ്റവും കൂടുതൽ ഹോർമോണൽ ചേഞ്ച് വരുന്ന കോർട്ടിസോൾ ആണ്. കോർട്ടിസോളിന്റെ ഒരു പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് സാധാരണ കണ്ടുവരും. മരണത്തിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്നത് ഇൻക്രീസ്ഡ്, അതിൽ വരുന്നതാണ് ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ വരും, സപ്രസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശേഷി കുറയും, ഹൈറ്റൻ മെമ്മറി ആൻഡ് അറ്റൻഷൻ, ഓർമ്മയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഡിക്രീസ്ഡ് സെറട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറയും, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഡിക്രീസ് സെൻസിറ്റിവിറ്റി ടു പെയിൻ. ഇതൊക്കെ സംഭവിക്കാം. കോർട്ടിസോൾ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ്. മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോളാണ്. അപ്പൊ ഈ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചസ് ബാക്കിയുള്ള എല്ലാ ശരീരഭാഗങ്ങളെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്കറിയാം കോർട്ടിസോൾ എന്ന് പറയുന്നത് ഞാൻ സാധാരണ പറയുന്ന സ്ട്രെസ് കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ എന്നാണ് പറയുന്നത്. അതിന്റെ ഉൽപാദനം വരുന്നു, അത് ഓരോ ഏരിയയിലോട്ട് പോകുന്നു, ഗ്ലാൻഡിൽ വരുന്നു. കോർട്ടിസോൾ ഇതൊരു അരോമാറ്റിക് ബോണ്ടാണ്. അതായത് ഒരു നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടല്ലോ, അലിഫാറ്റിക് കോമ്പൗണ്ട്സ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ്, അതിൽ വരുന്നതാണ്, ആ കൂട്ടത്തിൽ വരുന്നതാണ് ഓർഗാനിക് ബോണ്ടാണ്. പിന്നെ as a person approaches death, their vital signs may change in the following ways. Blood pressure drops, breathing changes, heartbeats becomes trusted source, fast, faint or irregular, a pulse may be hard to detect. ഇതൊക്കെ ഉണ്ടാവാം. എന്തൊക്കെ ഉണ്ടാവാം? ബ്ലഡ് പ്രഷർ കുറയാം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പൾസ് ചിലപ്പോൾ കിട്ടാതിരിക്കാം. ചില വ്യക്തികൾ നമ്മൾ നോക്കി തരുന്ന പൾസ് കിട്ടുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ചില രോഗികൾ വന്നിരുന്ന ചെറുപ്പമായിരുന്നാലും ശരി തന്നെ അവരുടെ പൾസ് കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു കയ്യിൽ എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ BP ഒക്കെ തന്നെ ചെക്ക് ചെയ്തിരുന്നാലും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ മറ്റേ കയ്യിൽ പിടിച്ച് നോക്കുക, ചിലപ്പോൾ മറ്റേ കയ്യിൽ നല്ല സുന്ദരമായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കേസുകളുണ്ട്. ഡ്രോപ്പിംഗ് ബോഡി ടെമ്പറേച്ചർ. In the days before a person dies, their circulation reduces trusted sources so that blood is focused on the internal organs. This means very little blood flows to their hands, feet or legs. രക്തഓട്ടം കുറയുക. രക്തഓട്ടം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി തണുക്കുക. തണുക്കുന്ന ശരീരം ബോഡി തണുപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ തണുത്തുകൊണ്ടേയിരിക്കും, അവരുടെ ശരീരം കൂടുതൽ കൂടുതൽ തണുത്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ നോക്കി തന്നാൽ ചിലവർ തണുത്ത ആൾക്കാരാണ്, അവരുടെ ശരീരം കൂടുതൽ കൂടുതൽ തണുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ കൈയൊക്കെ പിടിച്ചു തീർന്നാൽ നമ്മൾ നോക്കി തീർന്നാൽ നല്ല ഐസി കോൾഡ്നെസ്. നമുക്ക് ഏതാ മെഡിസിന്? കാർബോവൈറ്റാബിറ്റസ് ഉണ്ട്, പിന്നെ ക്യാൻസർ ഉണ്ട്, ചില മെഡിസിൻസ് സെലേനിയം, പിന്നെ കാൽസ്യം. നമ്മൾ കാൽസ്യം കോമ്പൗണ്ട്സ് നമ്മുടെ ടിഷ്യൂ റെമഡീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാൽസ്യം, പൊട്ടാസ്യം, ഇതിന് നാട്രം ഫോസ്, നാട്രം സൾഫ്, 5 ഫോസ്, നമ്മുടെ 5 ഫോസ് എല്ലാം നമുക്ക് ശരിക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ത്രീ വളരെ ശാന്തമായി മരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി ഇട്ട് തീർന്നാൽ വായിലും മൂക്കിലും എല്ലാം കുഴലിടും. കുഴലിട്ട് കയറ്റി തീർന്നാൽ കാശുള്ള പാർട്ടികളാണെങ്കിൽ പിന്നെ നിങ്ങൾ മരിച്ച വിവരം ചിലപ്പോൾ അറിയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. കാരണം പല ആശുപത്രികളും ഇപ്പോൾ വെന്റിലേറ്ററിൽ കയറ്റി തീർന്നാൽ പിന്നെ ആരെയും അടുപ്പിക്കത്തുമില്ല. ആള് മരിച്ചു തീർന്നാലും പരമാവധി ഏതുവരെ എത്തിക്കാൻ പറ്റുമോ എത്തിച്ചതിന് ശേഷമേ ബോഡി കിട്ടത്തുള്ളൂ. ഏതായിരുന്നാലും അന്ന് 3 മണി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മരണം സംഭവിച്ചു. കുറേ പേരെ ഞാൻ ഇതുപോലെ ഞാൻ പോയിട്ട് ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ നോക്കാറുണ്ട്.
നോക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് അവർക്ക് വേണ്ടി. കാരണം നല്ലൊരു മരണം കിട്ടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു മരണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. ചിലപ്പോൾ ഇപ്പൊ തന്നെ എന്തുമാത്രം സഫറിങ് ആണ്. കുഴലൊക്കെ മൂക്കിലൊക്കെ ഇട്ട് ബുദ്ധിമുട്ടി വായിലും മൂക്കിലൊക്കെ കുഴലൊക്കെ ഇട്ട് മനുഷ്യരെ കൊണ്ട് ഇട്ട് ഒരു നാച്ചുറൽ ഡെത്ത് കിട്ടാതെ ഇരിക്കത്തക്ക രീതിയിലാണ് ഇപ്പോഴും എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് എടുത്തോണ്ടൊരു പോക്കുണ്ട്. ഇവിടെ ഞാനൊരു പഴയ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ, അന്ന് ഞാൻ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, 3rd ഇയർ. അപ്പൊ നമ്മൾ ഇതൊക്കെ അന്ന് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്നാണ് പറയുന്നത്. ഫോറൻസിക് മെഡിസിൻ ഒക്കെ പിന്നീടാണ് ആ വാക്കുകൾ വന്നത്. അന്ന് ഹൈജീൻ ആ ഒരു കാലഘട്ടത്തിലാണ്, ആ 80s നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ സയൻസ് ഓഫ് ഡെത്ത് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഗോപാലകൃഷ്ണ സാർ എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം നല്ല സയൻസ് ഓഫ് ഡെത്ത് ഒക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇന്നടുത്ത് പോയത്. അപ്പൊ സാറിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, സാറ് പട്ടാളത്തിലായിരുന്നപ്പോ ഞാൻ ചോദിച്ചു, സാറേ ഈ ബയണറ്റ് വെച്ച് മുറിപ്പെടുത്തി തീർന്നാല് മുറിവ് ഉണങ്ങുമോ എന്ന് ചോദിച്ചു. ഈ കേട്ടിട്ടുണ്ട് ബയണറ്റ് ഉണ്ടല്ലേ, തോക്കിന്റെ കൂടെയുള്ള കത്തി, അത് വെച്ച് നമ്മള് മുറിവേറ്റ് തീർന്നാൽ മുറിവ് ഉണങ്ങത്തില്ലല്ലോ. സാറിനോട് മുറിവ് ഉണങ്ങത്തില്ല, കാരണം നമ്മൾ അങ്ങ് കുത്തി കയറ്റല്ലേ അപ്പുറത്തോട്ട്. അവൻ ജീവിച്ചിരിക്കത്തില്ല. ബയണറ്റ് വെച്ച് മുറിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അങ്ങോട്ട് കുത്തി കയറ്റുകയാണ്, അപ്പുറത്തെത്തും അത്. അതുകൊണ്ട് ഉണങ്ങുന്ന കാര്യമില്ല. അപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അധ്യാപകൻ വളരെ നന്നായിട്ട് രസകരമായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ആ ക്ലാസ് എടുത്ത സമയത്തായിരുന്നു ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ 85 വയസ്സ്, അത് 85 വയസ്സ്, ഒരു ബ്രാഹ്മിനാണ്. വളരെ 3:30 മണിക്ക് ഷാർപ്പായിട്ട് എഴുന്നേക്കും. ഇദ്ദേഹം ട്യൂഷൻ പഠിപ്പിക്കും. ആ സമയത്തും പോയി ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. ദൂരെയൊക്കെ പോയി ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുന്നതാണ്. 6 മണിക്ക് പുള്ളി ട്യൂഷൻ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നതാണ് നമുക്ക്. ആ മനുഷ്യൻ ഷോക്ക് അടിച്ചു മരിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഷോക്ക് അടിച്ച് മരിച്ച ഇദ്ദേഹത്തിന് നേരെ ആശുപത്രിയിലോട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് മരിച്ചു, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. 85 വയസ്സുകാരനാണ്. വീട്ടിൽ വന്നിട്ട് ഇദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അന്നേരം എന്തോ കറണ്ട് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അടിച്ചത്. എന്നിട്ട് ഇവിടുത്തെ പ്രമുഖനായിട്ടുള്ള ഒരു ഡോക്ടറാണ് പറഞ്ഞത്, മരിച്ചിനി വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അടുത്താണ്, വീട് അടുത്താണ്. ഒരു 25 മീറ്റർ കഴിഞ്ഞ് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. അപ്പൊ ഡോക്ടർ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളമൊക്കെ കുടിച്ചിട്ട് അദ്ദേഹം രണ്ടാമതും മരിച്ചു. വൈകുന്നേരമായി. ഇത് നടന്നത് രാവിലെയാണ്. വൈകുന്നേരമാണ് ഞാൻ അവരെ വീട്ടിൽ പോയിരുന്നത്. മരണത്തെ എൻ്റെ കൂട്ടുകാരനല്ലേ. അപ്പോൾ അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ അളിയൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇതുപോലെ, അപ്പൂപ്പനാണ്, അപ്പൂപ്പന് അച്ഛന് അയാൾ പറയുന്നു, അച്ഛൻ ഇതുപോലെ പണ്ടും ഒരിക്കൽ ഇതുപോലെ മരിച്ചതാണ്. അത് കഴിഞ്ഞ് 3-ാം ദിവസം എഴുന്നേറ്റ് പുള്ളി ബോധം പോയതാണ്, ഇതുപോലെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു സംശയം, പുള്ളിയുടെ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ മെഡിസിനൊക്കെ പഠിക്കുന്ന ആളല്ലേ, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ജനം എല്ലാം കൂടിയിരിക്കുകയാണ്, അടക്കത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ മനുഷ്യൻ വന്നിട്ട്, ഈ ഹരിഹരൻ എന്ന് പറയാം, അദ്ദേഹത്തിന്റെ മാമന്റെ, പറഞ്ഞൊന്ന് നോക്കണേന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഓർക്കുകയായിരുന്നു, ഗോപാലകൃഷ്ണ സാർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു, ഒന്നൊന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് ഹൃദയം നിൽക്കും, പൾസ് നിൽക്കും. ഞാൻ പൾസ് ഇതെല്ലാം പിടിച്ചു നിർത്തി ഇങ്ങനെ, ഒന്നുമില്ലല്ലോ കയ്യിൽ, ചെവി വെച്ച് ഇദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ വെച്ച് പറഞ്ഞ ഒരു അനക്കവും ഇല്ല. പക്ഷെ ഇദ്ദേഹം ഇതുപോലെ 3 ദിവസം പണ്ടും കിടന്നെന്ന് പറഞ്ഞ് ഇന്നും മരിച്ചെന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെയും എഴുന്നേറ്റ മനുഷ്യനാണ്. അപ്പോൾ എന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവനുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോഴേ ഞാനിങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ മരിച്ചു. ഞാൻ എന്ത് പറയണമെന്നറിയില്ല. മരിച്ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇദ്ദേഹം ഇനി എഴുന്നേറ്റാലോ, ജീവനുണ്ടെന്ന് പറഞ്ഞാലോ, അപ്പോഴും ജനം മൊത്തം ഇളകും. എല്ലാവരും അടക്കത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ, അപ്പോഴാണ് എനിക്ക് ലൈറ്റ് ടെസ്റ്റ് കണ്ണിന്റെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നേരമാണ് ഓർമ്മ വന്നത്. പിന്നെ ഉടനെ ഞാൻ ടോർച്ചൊക്കെ വാങ്ങിച്ചു നോക്കിയപ്പോൾ മരിച്ചു. എന്നാലും പറയാനായിട്ട് കഴിയുന്നില്ല. മരിച്ചെന്ന് പറയുന്നത് എങ്ങനെ, 2 പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ മരിച്ചു, ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇദ്ദേഹത്തിന് ദഹിപ്പിച്ചതിന്റെ മണം അടിച്ചപ്പോൾ എനിക്ക് സമാധാനമായി, സത്യം പറഞ്ഞു. അതിനുശേഷം എന്തോ ഒരുപാട് പേര്, നമ്മൾ ഈ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാർ
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ആണ് വിളിക്കുന്നത് മരണം പലപ്പോഴും ഡിക്ലെയർ ചെയ്യാനായിട്ട്. ഒരിക്കൽ ഇതുപോലെ മരണം ഡിക്ലെയർ ചെയ്യാനായിട്ട് ഒരു പാർട്ടി വിളിച്ചു, പറഞ്ഞ് അച്ഛൻ മരിച്ചു, ഒന്ന് വന്ന് നോക്കണേന്നോ. ഞാൻ പോയി നോക്കി, ഐ ടെസ്റ്റ് നോക്കിയപ്പോൾ ഐയിൽ ചലനമുണ്ട്, ചെറിയ ചലനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ജീവനുണ്ട്, ആള് ജീവനുണ്ടെന്ന്. അവരോട് മരിച്ചു. ഞാൻ പറഞ്ഞില്ല, ജീവനുണ്ട്. പിന്നെ ആ മനുഷ്യൻ 1 മാസം ജീവിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനും അന്നേരം എല്ലാവരും പറയുന്നത് കേട്ട് നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ ഇപ്പോഴും മരണം നമ്മൾ ഡിക്ലെയർ ചെയ്ത് തന്നാൽ നമ്മൾ എപ്പോഴും പറയണം 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഫൈനലൈസ് ചെയ്യാവും. കാരണം എന്ന് വെച്ചാൽ മരണം ഫുൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ 3 കാര്യങ്ങൾ: ഹൃദയം നിൽക്കണം, ബ്രെയിനിന്റെ ഫംഗ്ഷൻ നിൽക്കണം, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നിൽക്കണം. ഇത് 3 നിന്നാലും സൊമാറ്റിക് ഡെത്ത് എന്ന് പറയും. സൊമാറ്റിക് ഡെത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞ് മോളിക്കുലർ ഡെത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അല്ലെ ഒരു മനുഷ്യൻ പൂർണ്ണമായി മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും അത്ഭുതകരമായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ച് ജീവൻ കടന്നു വന്നിട്ടുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ച് വെട്ടിക്കൊന്ന് കാട്ടിൽ ഉപേക്ഷിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഫിമറൽ ആ മസിലൊക്കെ ഇല്ലേ, തുടയിലത്തെ മസിലെല്ലാം വെട്ടി പടർന്നു കിടക്കുന്നു, കഴുത്തെല്ലാം വെട്ടി മുറിച്ച ഒരു മനുഷ്യന്, ആ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യൻ മണിക്കൂറുകൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കണ്ടു, മരണാനന്തരമായ പല കാര്യങ്ങൾ കണ്ടു തീർന്നതിന് ശേഷം അദ്ദേഹം 4-5 മണിക്കൂറോ 7 മണിക്കൂറായി കാട്ടിൽ മരിച്ചു കിടന്ന ആളാണ്. പക്ഷെ രണ്ടാമത് ജീവനിലേക്ക് കടന്നു വന്നു. അപ്പൊ അങ്ങനെയും ചില അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇനി അടുത്ത നമ്മൾ കാണുന്നു ഡ്രോപ്പിംഗ് ഓഫ്, നമ്മൾ ഇത് കണ്ടു, റെഡ്യൂസ്ഡ് സർക്കുലേഷൻ. ഇനി അടുത്ത ചേഞ്ചിങ് ഓഫ് ബ്രീത്ത്. Changing of breath. A person who is dying may feel like they are having trouble breathing. Their breathing may suddenly change speed and they may make grunting, gurgling or rattling noises when breathing. പല ശ്വാസ സംബന്ധമായിട്ടുള്ള സ്വരങ്ങളൊക്കെ കേട്ടു തുടങ്ങും. If someone caring for a loved one notices this, they can try പിന്നെ അടുത്ത ഇൻക്രീസ്ഡ് പെയിൻ, അധികമായിട്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടാവാം. പിന്നെ വേറൊരു കണ്ടീഷൻ, നമ്മൾ സാധാരണ നേരത്തെ സ്ട്രെസ് ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൽ വരാവുന്ന സ്ട്രെസ് ഹോർമോൺ മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പേടി കൊണ്ട് ഉണ്ടാവാം, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാം, ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യാം, ബ്ലഡ് പ്രഷർ കയറാം, കണ്ണ് മിഴിച്ചു പോവാം, ഡയലറ്റേഷൻ ഓഫ് പീപ്പിൾ, inhibition of stomach action, convert glucagon, dilatation of bronchioles. ഇങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോൺസ് മൂലം ഉണ്ടാകാവുന്ന ധാരാളം പ്രശ്നങ്ങൾ ഈ മരണത്തിന്റെ നമ്മൾ കാണുന്നു, മരണവുമായി അടുത്തു വരുമ്പോൾ. പിന്നെ മരണത്തിനോട് ഒരു മനുഷ്യൻ അടുത്ത് തീരുമ്പോഴാണ് ഞാൻ നേരത്തെ ഒരു ക്യാൻസർ പേഷ്യന്റിന് നമ്മൾ എക്സ്റേ കാണിച്ചല്ലോ. എക്സ്റേ കാണിച്ച വ്യക്തിയെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ ചികിത്സിച്ച രീതിയെ കുറിച്ചുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, ആ മനുഷ്യനോട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറയണ്ട, ക്യാൻസറിന്റെ കാര്യമോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. പുള്ളിയെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം എല്ലാം കഴിച്ചോട്ട്, ഇഷ്ടപ്പെടുന്ന ആഹാരമൊക്കെ കഴിച്ചോട്ട്. പുള്ളി ആദ്യം നടക്കാനൊക്കെ ഭയങ്കര വിമുഖനായിരുന്നു, ഇപ്പം ഒരുപാട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, 2-3 കിലോമീറ്റർ ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ പോലും നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ഒക്കെ എനർജൈസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും തളർത്തിക്കളയരുത്. ഇന്നത്തെ കാലത്ത് തളർത്തലാണ് ജോലി. ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് പറഞ്ഞ് മനുഷ്യരെ വിരട്ടി നശിപ്പിക്കുക. നമ്മളത് കോവിഡ് കാലത്തൊക്കെ കണ്ടതാണ്. മനുഷ്യരെല്ലാം പേടിപ്പിച്ച് എല്ലാവരും കൊണ്ട് വാക്സിൻ എടുപ്പിച്ച്, ഇപ്പൊ വാക്സിൻ കാരണം എന്തുമാത്രം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാം സ്ട്രെസ് ഹോർമോൺ.
സ്ട്രെസ് ഹോർമോണിൽ വേറെയും ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. നീ എന്റെ മുമ്പിൽ കണ്ടുപോയി. Stress hormone, breathing rate increases, blood flow to skeletal muscles increases, heart rate increases, blood sugar increases, blood pressure, arterioles increases. രക്തം ചോര തിളയ്ക്കും എന്ന് പറയില്ലേ, ചോര തിളയ്ക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ സ്ട്രെസ് ഹോർമോൺ. അതുകൊണ്ടാണ് മരണത്തിനോട് അടുക്കുന്ന വ്യക്തികൾ, വാർദ്ധക്യത്തിൽ നല്ല വാർദ്ധക്യം വന്നിട്ടുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പെട്ടെന്ന് ദേഷ്യം വരും. കാരണം അവർ ചിന്തിക്കാത്ത രീതിയിൽ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. ഇനി അടുത്തത് ഹാലൂസിനേഷൻസ്. ചില വ്യക്തികൾ മരണത്തിനോട് അടുത്ത് ചെല്ലുമ്പോൾ ഒരുപാട് പേര് പഴയ മനുഷ്യരുടെ സ്വപ്നം കാണാറുണ്ട്. അവർ പറയാറുണ്ട് എൻ്റെ അച്ഛനെ കണ്ടു അമ്മയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഹാലൂസിനേഷൻസ്, ധാരാളം ഹാലൂസിനേഷൻസ് ഉണ്ടാവും. പിന്നെ അവർ ഒരുപാട് കാണാത്ത കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഇല്യൂഷൻസ്, ഡെല്യൂഷൻസ് നമുക്കറിയാമല്ലോ. ഇല്യൂഷൻസ്, ഡെല്യൂഷൻസ്, ഹാലൂസിനേഷൻസ്, ഇത് മൂന്നും കൂടെ വരുന്നത്. സ്വരങ്ങൾ കേൾക്കും, കാഴ്ച വരും, പിന്നെ ചില കാര്യങ്ങൾ അമിതമായിട്ട് ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞാൽ വിഭ്രാന്തി ഉണ്ട്, മാനസിക വിഭ്രാന്തി എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു കയർ കിടക്കുന്നതെന്ന് വെച്ചോ, പാമ്പുള്ള ഒരു ഏരിയയിലാണ്, അവിടെ ഒരു വീട്ടിൽ ഒരു കയർ കിടന്നിരുന്നാൽ പോലും നിഴലിന്റെ സമയത്ത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അത് പാമ്പാണ്, ഇല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ചില സമയത്ത് ഇല്യൂഷൻസ് തോന്നും, പല കാര്യങ്ങളെക്കുറിച്ചും. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചതായിട്ട് തോന്നും, ഏതെങ്കിലും സ്വരങ്ങൾ കേട്ടതായിട്ട് തോന്നും, ഏതെങ്കിലും സംഭവങ്ങൾ അവർ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളായിരിക്കും, അവർ പറയും നടന്ന കാര്യങ്ങളാണെന്ന് പറയും. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ തെറ്റായ രീതിയിൽ അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക. ഡിസ്റ്റോർട്ടഡ് വിഷൻസ്. It is not unusual for a person who is dying to experience some hallucinations or distorted visions. Although this may seem concerning, it is important not to cause additional distress. It may help. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതായിരിക്കും നമ്മളെ മരണത്തിനോട് അടുക്കുന്ന സമയത്ത് സംഭവിക്കുക. എങ്ങനെ ജീവിക്കുന്നു? ഒരിക്കൽ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി ജീവിക്കുന്നത്, അവനൊരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. അവന് അവസാനമായപ്പോൾ ഭയങ്കരമായിട്ട് എപ്പോഴും ഇരുന്ന് പ്ലേയിങ്, അവന് ക്യാൻസർ വന്നായിരുന്നു. അവൻ മരിക്കുന്നതിന് മുൻപ് ഗിറ്റാർ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന പോലുള്ള ഫീലിംഗ് അവനുണ്ടായിരുന്നു. ആ രീതിക്ക് മരിച്ചു. ചില ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ച് ഹാപ്പി ആയിട്ടങ്ങ് മരിക്കും. ചില വ്യക്തികൾ എപ്പോഴും ഭീതി കൊണ്ട് മരിക്കും. ഇതുകൊണ്ടാണ് ഈ ആത്മീയതയിൽ ഒരു മനുഷ്യന് വളരേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞിരുന്നത്, ദൈവികമായിട്ട് വളരേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞത്, അവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്കുള്ളത് കൊണ്ട് അവരെപ്പോഴും വളരെ മരണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തി. ഒരിക്കൽ ഞാനൊരു വ്യക്തിയെ പോയി ഇവിടെ വെച്ച് കിംസിലാണ്, എൻ്റെ ഒരു ആൻറ്റി, അവരെ പോയി ഞാൻ കണ്ടു തീർന്നപ്പോൾ അവർ പറയുകയാണ്, അവർ അപ്പോൾ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചെന്ന്, ആൻറ്റി എങ്ങനെ ഉണ്ട്? അതുകൊണ്ട് മോനെ ജീവിച്ച് മതിയായി, എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലെല്ലാം നടന്നു, ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുക. അപ്പോൾ അതിനുവേണ്ടി അവർ വളരെ ശാന്തമായിട്ടാണ്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇനി എവിടെ വെച്ച് കാണാം? നമുക്കിനി അവിടെ വെച്ച് കാണാം. ഇപ്പോഴും ഞാൻ വിട പറഞ്ഞു പോവുകയാണ്, നമുക്കിനി അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഏതാനും, എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും ആയില്ല, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവർ മരിച്ചതായിട്ട് ഞാൻ പിന്നെ കേൾക്കുകയുണ്ടായിരുന്നു. എന്ത് ശാന്തമായിട്ടാണ് മരണത്തിലോട്ട് പോയത്. അപ്പോൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരുടെയും വിധിയാണ്. ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. പക്ഷെ ഈ മരണത്തിന് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ദാറ്റ് ഇസ് എ പ്രിപ്പറേഷൻ ഫോർ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ എൻ്റെ മോൻ്റെ ഒരു കാര്യം പറയണം. മോന് മരിച്ചു തീർന്നതിന് ശേഷം അവൻ്റെ ഡയറിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിപ്പോൾ അവൻ എഴുതിയിരിക്കുന്നു, നല്ല മരണം കിട്ടാൻ ഏതൊക്കെ പ്രാർത്ഥന പഠിക്കണം, ശനിയാഴ്ച മരിക്കാനായിട്ട് എന്തൊക്കെ പ്രാർത്ഥന പഠിക്കണം.
എന്ന് പറഞ്ഞ് അവൻ്റെ കുറേ അതിനകത്ത് എഴുതിയിരിക്കുന്നു അതിനകത്ത്. അപ്പൊ ഇവൻ ശനിയാഴ്ച തന്നെയാണ് മരിച്ചത്. വെള്ളിയാഴ്ച നേരെ ഒരു ഇതിലോട്ട് പോയെങ്കിലും അവന് പോകുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് അവനിരുന്നു. ഞാൻ അവന് കഞ്ഞി ഞാൻ കൊടുത്തത്, ആഹാരം രാത്രി ഒരു 10 മണിക്ക് ആഹാരം എടുത്ത് കൊടുക്കും. കൊടുത്തിരുന്നതിന് ശേഷം ഞങ്ങൾ രണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, അച്ഛാ ഇതൊന്നും എനിക്ക് ശ്വാസമില്ല. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാണ് ശ്വാസമില്ല എന്ന്. ഏകദേശം ഒരു 11 മണിയോളം അടുപ്പിച്ച് പറഞ്ഞു തീർന്നതിന് ശേഷം ഇവൻ പിന്നെ മരണത്തിലേക്ക് പോവുകയാണ്. എന്നാലും 1 മണിക്കൂറോളം ഇവൻ പയ്യെ പിന്നെയും ഞാൻ വിചാരിക്കുന്നു ഇവൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പക്ഷെ പിന്നെയും അവൻ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞു വന്നതിന് ശേഷം ലാസ്റ്റ് 12 മണി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ ശനിയാഴ്ച ആയപ്പോൾ അവൻ മരിച്ചു. ഇത് പൂർണ്ണത പ്രാപിച്ചിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ ചിന്തിക്കരുത്, ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം. പൂർണ്ണത പ്രാപിച്ച് പോയി തന്നാൽ നമുക്കൊരിക്കലും നമ്മൾ ഇനി അങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മുടെ അടുത്ത് വരുന്ന രോഗികളുണ്ടാവും, അവരെ നമ്മൾ ശരിയായ രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, മരണത്തിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. മരിക്കും എന്ന് നമുക്ക് ഹോപ്പുള്ള സമയത്ത് മരണത്തിന് പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ അവരറിയാത്ത നിലയ്ക്ക് അവരെ ചെയ്തുകൊണ്ട് അവരെ എപ്പോഴും ശാന്തരാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മുടെ പല മെഡിസിൻസും ഞാൻ നോക്കിയിട്ടുണ്ട്. കാർബോവേജ് കൊടുക്കുന്ന വ്യക്തികളൊക്കെ വളരെ ശാന്തമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഹയോസിയാമസ്, സ്ട്രാമോണിയം, ഹയോസിയാമസ്, ബെൽഡോണ, ഇതെല്ലാം ജെൻസീമിയം, പിന്നെ സെലനിയം, പിന്നെ ആസിഡ് പിന്നെ നമ്മുടെ 5 ഫോസ്ഫേറ്റ്സ്, നമ്മുടെ ടിഷ്യൂ സോൾട്ട് ഒക്കെ കൊടുത്തു തന്നാൽ ആൾക്കാർക്ക് നല്ല ശാന്തമായിട്ടുള്ളൊരു മരണം കിട്ടും. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു സെറട്ടോണിൻ, ഇതുപോലെയുള്ള ഡോപ്പാമൈൻ, സെറട്ടോണിൻ, ഇതിൻ്റെ എല്ലാം കുറവുകൾ ഭയങ്കരമായിട്ട് ഈ സമയത്തുണ്ടാവും, മരണത്തിന് മുൻപ്, ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതെല്ലാം തിരിച്ചു കിട്ടത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുക. കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു സമയമായി തോന്നുന്നു. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സോ സ്റ്റോപ്പ് ഷെയർ ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും 5 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്. ഞാൻ തന്നെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കും. അത് കുറെ നേരമായിട്ട് അങ്ങനെ അപ്പൊ ഡോക്ടർ ക്ലാസ് സമയം ഇതോടുകൂടി ക്ലാസ് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാനുള്ള സമയമാണ്. 10 മിനിറ്റ് ഡിസ്കഷൻ. എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കണേ, പറയാനുണ്ടെങ്കിൽ പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട്? എല്ലാരും ഉറക്കമായോ? ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ലതാ മനോഹരൻ ഡോക്ടറെ വീട്ടിൽ പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞല്ലോ എല്ലാരും വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അവിടെ ഇരിക്കുന്ന സമയത്തിനകം എത്ര പ്രാവശ്യമാണ് ഡോക്ടർ ഹസ്ബൻഡ് പൊട്ടി കരയുക. അവസാനം വളരെ ഇതായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എൻ്റെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു തീർന്നപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ, അവര് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം. അപ്പോൾ ഞാന് ഈ എങ്ങനെ ഞാൻ അത് മാനേജ് ചെയ്ത് ഞാൻ പണ്ട് കടന്നുപോയ വഴികൾ ഞാൻ പറയുന്നത് നന്നായിരിക്കും. എൻ്റെ മോൻ്റെ മരണം കഴിഞ്ഞു തന്നപ്പോൾ ഞാൻ ഉടൻ തന്നെ ആശുപത്രിയിൽ 2-ാം ദിവസം തന്നെ ക്ലിനിക്കിലോട്ട് വരികയും ഞാൻ ഡെയിലി റൂട്ടീനിലോട്ട് ഞാൻ അങ്ങ് പ്രവേശിച്ചു. പിന്നെ ഞാൻ ജീസസിന്റെ നമുക്കൊരു ദൈവമനുഷ്യന്റെ സ്നേഹിതൻ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് ജീസസ് മരണത്തിന് ശേഷം 2ാമത് വന്ന് 40 ദിവസം ഭൂമിയിൽ ജീവിച്ച സമയത്ത് കണ്ടുമുട്ടിയ വ്യക്തികൾ, അവരുമായിട്ടുണ്ടായ സംഭാഷണങ്ങളെല്ലാം ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് വായിച്ചു തീർന്നപ്പോൾ, കാരണം അതിൽ ഒരുപാട് വ്യക്തികളുമായിട്ട് ജീസസ് ഈ 40 ദിവസം ഈ ഭൂമുഖത്ത് വന്ന് തിരിച്ചു വന്നപ്പോൾ സംസാരിക്കേണ്ടത്, അതെല്ലാവരും അവരവരുടെ അനുഭവങ്ങളായിട്ട് തിരിച്ച്
എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കണ്ടപ്പോൾ ഇന്ന സംഭവിച്ചു, ഇന്നത് കണ്ടപ്പോൾ ഇന്നത് സംഭവിച്ചു. നമുക്ക് തന്നെ ഇപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ സംശയിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു തോമസ് എന്ന് പറഞ്ഞ ജീസസിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു തോമസ്. അപ്പോഴേ അതുവരെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു തീർന്നാൽ എല്ലാവരും പിന്നെ അതിനുശേഷം ഇനി എത്ര വലിയ ആളായിരുന്നാലും മരിച്ചു തീർന്നാൽ പോകും. അപ്പൊ ജീസസ് രണ്ടാമത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അവരെല്ലാവരും കണ്ടവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ജീസസ് ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞത്. പ്രകാശമായിട്ട് അവർ ഒത്തിരിക്കുന്ന സമയത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു തോമസ് പറഞ്ഞു, അങ്ങനെ ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ വന്ന് അദ്ദേഹം യേശുവിന്റെ കയ്യില് ദ്വാരത്തിലും കൈയിടണം, എനിക്ക് ഇവിടെ വിലാവില് ഹാർട്ടിന്റെ റീജിയനിലാണ് അവർ പോസ്റ്റ്മോർട്ടം നടത്തുന്ന രീതിയിൽ കുന്തം വെച്ച് കുത്തിയ, ആ കുന്തം വെച്ച് കുത്തിയ സ്ഥലത്ത് എനിക്ക് കൈയിട്ട് തീർന്നാലേ വിശ്വസിച്ചാലേ ഞാൻ കണ്ട് വിശ്വസിച്ചാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. കണ്ട് എനിക്ക് അനുഭവം വരണം, അല്ലാതെ ഞാനിത് വിശ്വസിക്കുന്നില്ല, ഈ കെട്ടുകഥ എന്ന് വിശ്വസിക്കുന്നില്ല. ജീസസ് ഉടൻ പ്രത്യക്ഷപ്പെട്ടു, തോമസിന്റെ അടുത്ത് പറഞ്ഞ് വന്ന് തൊട്ടു നോക്കാൻ പറഞ്ഞു. ആ തോമസ് ആണ് 2000 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലോട്ട് വന്നത്, യേശുവിന്റെ ശിഷ്യനായിട്ട്. അങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അദ്ദേഹം അപ്പോഴും അതോടെ ഡോക്ടർ പറഞ്ഞാല് ഈ പറഞ്ഞ കഥകളൊന്നും വിശ്വസിക്കാത്തവര് നീ കാണും ഒത്തിരി പേര് ഉണ്ട്. ഇല്ല, അല്ലെങ്കിൽ ആ മനുഷ്യന് ഇവിടെ വന്ന് കുത്തുകൊണ്ട് ചാവുകയായിരുന്നു. ഈ 12 പേരും മരിക്കായിരുന്നു. അതിൽ ഒരാൾ മാത്രമേ അങ്ങനെ മരിക്കാതിരുന്നുള്ളൂ. ഒരാള് കൊല്ലാനായിട്ട് പോയപ്പോൾ ജീസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന സെയിന്റ് പീറ്ററിന് കൊല്ലാനായിട്ട് പോയപ്പോൾ പുള്ളി പറഞ്ഞ്, യേശുവിനെ പോലെ എന്നെ ക്രൂശിക്കേണ്ട, എന്നെ തലകുത്തനായിട്ട് ക്രൂശിക്കാനായിട്ട്. വളരെ ലാഘവത്തോടു കൂടിയാ മരണം കണ്ടത്. ഇവരെല്ലാം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പേടിച്ചോടിയ ആൾക്കാരാണ്. പിന്നെ ഇവരെല്ലാവരും മരണത്തെ വരിക്കുകയായിരുന്നു, നേരെ പോയി മരണത്തെ വരിക്കുകയായിരുന്നു. സെയിന്റ് പോൾ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ കഴുത്ത് നേരെ കഷ്ണമായിട്ട് 3 പീസായിട്ടാ. അത് ഇന്നും ആ സ്ഥലത്ത് ആൾക്കാർ പോകുന്ന 3 വെള്ളച്ചാട്ടം, നമ്മുടെ ഇത് വെള്ളം ഒഴി വരുന്ന സ്ഥലമുണ്ട്, സെയിന്റ് പോള്. അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി ഇടുകയായിരുന്നു. അതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ജീസസ് 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 എന്ന് പറഞ്ഞാൽ ഈ തല ശിരസ് ഇങ്ങനെ ചാടിപ്പോയ ആ 3 സ്ഥലത്തും 3 ഉറവ് പൊട്ടിയെന്ന്. അത് ഇപ്പോഴും ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ ഈ ഞാൻ പറഞ്ഞ ഈ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്നത് കണ്ട് വിശ്വസിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേരളത്തിൽ വന്നത്. അന്ന് അത്രയും ദൂരം നടന്ന് ഒക്കെ, അന്ന് പ്ലെയിനും കാറൊന്നും ഇല്ലല്ലോ, ഫോണും പ്ലെയിനും കാറും വണ്ടിയൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് വന്ന് ഇദ്ദേഹം ഇവിടെ വെച്ച് മരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിനെ കുത്തി കൊല്ലുകയായിരുന്നു, പുറകുവശത്തുനിന്ന് കുന്തം കുത്തി കൊല്ലുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അനുഭവം. മകന്റെ അനുഭവം തന്നെ ബട്ടർഫ്ലൈ ആയിട്ട് വന്നു, എല്ലാ ദിവസവും വരുമായിരുന്നു. ഇതൊക്കെ വളരെ ഒരു എന്തോ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കേട്ടിരുന്നത്. എന്താണ് അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഞാൻ, മറ്റേ ഇതുണ്ട്. എത്ര എന്തോ ഒരു ഈ IFHന്റെ എപ്പിസോഡിലാണോ? അല്ല, ഞാൻ യൂട്യൂബിൽ മുമ്പേ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടതാ. അത് ഇട്ട് തീർന്നതിന് ശേഷം തന്നെ അപ്പോഴും തന്നെ ബട്ടർഫ്ലൈ വന്നു രാത്രി 1 മണിക്ക്. അതിന് എന്തോ അതിന്റെ എന്തോ എങ്ങനെ സാമുവൽ H. ഫ്രാൻസിസ് എന്നും പറഞ്ഞിട്ട്, സാമുവൽ H. ഫ്രാൻസിസ് ഞാൻ അയച്ചു തരാം. അത് വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഷെയറിൽ ഉണ്ട്. സാമുവൽ H. ഫ്രാൻസിസ് എന്ന് അടിച്ചാൽ മതി. അത് 2 എണ്ണം ഞാൻ ആ അനുഭവം ഇട്ടിട്ടുണ്ട്. മോന്റെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്, മോൻ പാട്ട് പാടുന്ന ഒരു വീഡിയോ. ഓക്കെ, അപ്പൊ നോക്കാം. എല്ലാവർക്കും അതൊക്കെ ഒരു പുതിയ അനുഭവവും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്തായാലും ആരും ഒന്നും പറയുന്നില്ല. ഒന്നുകിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. എന്തായിരുന്നാലും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ മറ്റൊരു അനുഭവം കൂടെ ഉണ്ടായ എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ ഈ നിലത്തായിരുന്നു, തറയിൽ വെറും തുണി വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഈ 1 വർഷം എൻ്റെ മോൻ മരിച്ചതിന് ശേഷം. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ കാണാം ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും എന്ന് നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവിടെ നോക്കിയപ്പോൾ വീട്ടിന്റെ പുറത്തൊരു മിന്നാമിനുങ്ങ്, ദൂരെ ഒരു മിന്നാമിനുങ്ങ് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വന്ന ഈ വാ മോനെ എന്ന് പറഞ്ഞ ഉടൻ നേരെ ഈ ഇതിന്റെ ഇടയിൽ കൂടെ, ജനലിന്റെ ഇടയിലത്തെ കമ്പിയുടെ ഇടയിൽ കൂടെ പറന്ന് വന്ന് നേരെ എൻ്റെ തലയിടയിൽ വന്നിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഉറങ്ങിത്തീർന്നതിന് ശേഷം നീ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു അനുഭവം. പിന്നെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ മൂത്ത മോന് ജോലിയില്ല, ഇവിടെ അല്ല, എറണാകുളത്തായിരുന്നു ജോലി. അപ്പൊ ഇവിടെ ടെക്നോ പാർക്കിൽ ഇവൻ ജോലി എടുത്ത് പറയുന്നത് ലോകത്തിലുള്ള. അപ്പൊ ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് നേരെ പോയപ്പോൾ, വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ വൈഫ്
വൈഫും മോനും തമ്മിൽ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ഒക്കെ വഴക്ക് പോലെ എന്തോ ഒക്കെ പോലെ ഇരുന്നു. ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവൻ പറയുന്നു ഒരു ദൈവമില്ല, ഒന്നുമില്ല. ഞാൻ ഇവിടെ ഇത്രയും ആൾക്കാർക്ക്, നാട്ടുകാർക്ക് മൊത്തം, ഇവിടെ ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ ജോലി കിട്ടുന്നു, എനിക്ക് മാത്രം എറണാകുളത്ത് കിടന്ന് കട്ടയടിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കൊരു ജോലി കിട്ടുന്നില്ലെന്ന് പറഞ്ഞു തീർന്നോടെ ഒരു ബട്ടർഫ്ലൈ വന്ന് പറന്ന് എൻ്റെ മുഖത്തൂടെ എല്ലാം പറന്ന് ഇത് ചെയ്തു. ചുറ്റി എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞതാ നിനക്ക് ജോലിയും കൊണ്ട് വന്നിരിക്കുന്നത് പറഞ്ഞു തീർന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എഴുന്നേക്കുന്ന സമയം ഇതൊരു 10:30 ആയിക്കണം. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. അപ്പം ഞാൻ ഇവിടെ ഉണ്ണി എവിടെ പോയി? ഉടൻ പറഞ്ഞ് ഏതോ ഒരു പയ്യൻ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു വാക്കിംഗ് ഇന്റർവ്യൂ ഉണ്ടെന്നോ. ആ വാക്കിംഗ് ഇന്റർവ്യൂവിൽ പോയി അപ്പം തന്നെ ജോലി കിട്ടി. എന്നിട്ട് ഈ ബട്ടർഫ്ലൈ മരിച്ചെന്ന് പറയാനാണ് എനിക്കിഷ്ടം, ചത്തെന്ന് പറയാൻ ഇഷ്ടമല്ല. അവിടെ ബട്ടർഫ്ലൈ കിടന്ന് 2 മാസം വരെ അവിടെ തന്നെ ഞങ്ങളുടെ മേശപ്പുറത്ത് കിടന്നു വന്നപ്പോൾ പിന്നെ ഞാൻ ആ ബട്ടർഫ്ലൈ എടുത്ത് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞു? ഉണ്ട്, അവിടെ ഉണ്ട്. 2 മാസം വരെ ആ ബട്ടർഫ്ലൈ അവിടെ തന്നെ കിടന്നിങ്ങനെ ഒന്നും സംഭവിക്കുക. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ കൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ല. ഇത് കേൾക്കുന്നവർക്ക് ഇതുകൊണ്ടൊരു ദോഷമില്ല. ഞാനീ പറയുന്നത് ചിലർ വിചാരിച്ച അന്ധവിശ്വാസമാണെന്നോ. ചിലർക്കെങ്കിലും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും. ആയിരിക്കാം. അത് ഇപ്പോൾ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടും ഇല്ല. എൻ്റെ മോൻ എന്തായാലും ഡോക്ടർക്ക് അങ്ങനെ അത് ഒരു ദൈവാനുഗ്രഹം, ആ ഒരു വിഷമം ഉണ്ടാവാതെ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. അത് വളരെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സബ്ജക്റ്റീവ് അല്ലാത്തതും സബ്ജക്റ്റീവായിട്ടുള്ളതും ഒക്കെ ചേർത്ത് ആയിരുന്നു ഇന്നത്തെ ക്ലാസ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കുറേ വിശ്വസിക്കാവുന്നതും അതിശയമുള്ളതും വിശ്വസിക്കാൻ പ്രയാസമുള്ളതും ഒക്കെ ആയിട്ടുള്ള, നമുക്ക് അനുഭവത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. വിശ്വസിക്കുന്നവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ്. അപ്പൊ എന്തായാലും ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഷഫീഖ് ഡോക്ടറെ വിളിക്കും. ഷഫീഖ് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു, നന്ദി പറയുന്നതിന് വേണ്ടി. കേൾക്കാമോ? കേൾക്കാം. അയൽവക്കക്കാരൻ എന്താ പറയുന്നത് നോക്കട്ടെ. അയൽവക്കക്കാരൻ മാത്രമല്ല, ഞങ്ങള് അതെ, സ്കൂള് മുതലേ. അതുകൊണ്ട് ഇനി അടുത്ത ഒരു സബ്ജക്ട് ഞാൻ പറയാനും കൂടെ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് ഇപ്പം മരണത്തെക്കുറിച്ചും പരലോക ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഇതാണ് പറഞ്ഞത്. ഇത് അതിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടരുണ്ട്, യുക്തിവാദികളെന്ന് പറയും. അപ്പൊ യുക്തിവാദികളും ഈശ്വര വിശ്വാസികളും രണ്ടിനെ കുറിച്ചും പറയാൻ ഏറ്റവും യോഗ്യനായ ആളാണ് എൻ്റെ സുഹൃത്ത്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ദിവസം യുക്തിവാദി ആയിരിക്കുമ്പോൾ ഒരാളിന്റെ മനസ്സ് എങ്ങനെയാണെന്നും അത് ഈശ്വര വിശ്വാസിയാകുമ്പോൾ അതെങ്ങനെയാണെന്നും ഒരു ക്ലാസ് ഇനി വേണം. എങ്കിലേ ഇതിനൊരു ക്ലാരിറ്റി വരും. ഇതിപ്പോ ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമേ ആയുള്ളൂ. അല്ല, ഇത് രണ്ടും പറയാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് എന്റെ സുഹൃത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ വാക്കാണ്, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ടോപ്പ് സീക്രട്ട് ആണ്. എന്താണെങ്കിലും ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. എന്താണെങ്കിലും വ്യത്യസ്തമായ, പക്ഷെ ഇന്നത്തെ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് വിട്ടിരുന്ന സബ്ജക്ട് വേറെ എന്തോ ആയിരുന്നു. ഇല്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യം കുറച്ച് 1-2 കോൾ വന്നുകൊണ്ട് കംപ്ലീറ്റ് ആദ്യം കേൾക്കാൻ പറ്റി. എനിവേ, എന്താണെങ്കിലും IFPHന്റെ പേരിലും എന്റെ സ്വന്തം ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും എന്റെ ആത്മസുഹൃത്തിന് അഗീതമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഷഫീഖ് ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. നമ്മളെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത ഹ്യൂബർട്ട് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.